നിങ്ങളുടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടോ? നമ്മുടെ ഒക്കെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകാം. എന്നാൽ ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന 3 ബിസിനസ് ഓപ്ഷൻസ് ഞാൻ പറയട്ടെ. അതിൽ ഒന്നാമത്തെ പാഷൻ ഫ്രൂട്ട് ജാംസ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരിയധികം ആളുകൾക്ക് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാഷൻ ഫ്രൂട്ട് ജാമിനുള്ള സ്കോപ്പ് വളരെ വലുതാണ്. കാരണം നമ്മുടെ ചുറ്റും ജാം ഉപയോഗിക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ജാം ഇതുവരെ ആരും തന്നെ കാര്യമായിട്ട് പരീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് കാര്യമായിട്ട് ആളുകൾ എൻ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തത് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളാണ്, അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ സ്കിൻ കെയർ എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം ഈ പാഷൻ ഫ്രൂട്ടിൽ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സിന് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസ് ഉപയോഗിച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ്. മൂന്നാമത്തത് നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്റ്റഡായിട്ട് തന്നെയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസുകൾ. നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല ഫ്ലേവറിലുള്ള പല പ്രോഡക്റ്റുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓറഞ്ച് ഫ്ലേവറിൽ നമുക്ക് പല ഐറ്റംസോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ ഒക്കെ അവൈലബിൾ ആണ്. അത് ആ ഫ്ലേവർ ആളുകൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള, പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അതിൻ്റെ എസൻസിനുള്ള ഒരു ബിസിനസ് സ്കോപ്പ് വളരെ വലുതാണ്. അത് ഒരു B2B ബിസിനസ്സായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് 2 മോഡലിനേക്കാളും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒന്നാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസ് മാനുഫാക്ചറിങ്. അപ്പം ഇതെല്ലാം നമുക്ക് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് തുറന്നിടുന്ന ഒന്ന് തന്നെയാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫിനാൻഷ്യൽ മോഡലുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ മാർക്കറ്റിംഗ് ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷണൽ ഫീസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒട്ടനവധി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ അവൈലബിൾ ആണ്. വ്യക്തമായിട്ടുള്ള റവന്യൂ മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ആ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളുടെ റവന്യൂ മോഡലിൻ്റെ ആദ്യത്തെ ഘട്ടം. ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി മെക്കാനിസം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ റിസർച്ച് സെൻറ്ററുകൾ ഒത്തിരി ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം പാഷൻ ഫ്രൂട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോ, അത് നിങ്ങളെ ലക്ഷപ്രഭുവാക്കാൻ അല്ലെങ്കിൽ കോടീശ്വരനാക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്.